പന്തീരങ്കാവ് ഗാർഹിക പീഡനക്കേസിൽ കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങി പോലീസ്. ഒരാഴ്ചക്കകം കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കും. അതേസമയം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ് ഈ കേസിന് കാരണമെന്ന് പ്രതിഭാഗം വക്കീൽ ആരോപിച്ചു. തിരുവനന്തപുരത്ത് വെച്ച് പെൺകുട്ടി കേസ് തീർക്കാനുള്ള രേഖകൾ ഒപ്പിട്ട് തന്നെന്നും വക്കീൽ മാധ്യമങ്ങളോട് പറഞ്ഞു. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ആനന്ദ് പുത്തൂർ ചേരുന്നു. ആനന്ദ്, ഈ കേസിലൊരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുന്നു. നേരത്തെ തന്നെ കുട്ടിയുടെ പിതാവ് പറഞ്ഞിട്ടുണ്ട്, ഈ സമ്മർദ്ദം കാരണമാണ്, അതായത് ഭർത്താവിൻ്റെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദം കാരണമാണ് ഇങ്ങനെ പെൺകുട്ടി പറഞ്ഞത് പലതും വിഴുങ്ങിയിരിക്കുന്നത് എന്നാണ് അച്ഛൻ പറയുന്നത്. ഇപ്പോഴിതാ പെൺകുട്ടി തന്നെ ഈ കേസ് അവസാനിപ്പിക്കാനുള്ള രേഖകൾ, ഇത് മാതാപിതാക്കളുടെ സമ്മർദ്ദം കാരണമാണ് ഞാൻ കള്ളം പറഞ്ഞത് എന്നൊക്കെ നേരത്തെ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഈ കേസ് കോടതിയിൽ ഒത്തുതീർപ്പാക്കാനുള്ള രേഖകളിൽ പരാതിക്കാരെ തന്നെ ഒപ്പിട്ട് നൽകുന്നു. അതേസമയം കുറ്റപത്രം അടുത്ത ആഴ്ച തന്നെ സമർപ്പിക്കുമെന്നും പറയുന്നു. എങ്ങനെയായിരിക്കും ഇനി മുന്നോട്ടുള്ള പോക്ക്, എങ്ങനെയായിരിക്കും ആനന്ദ്? അനിൽ നമ്പ്യാർ, എന്തായാലും ഈ അന്വേഷണ സംഘം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അടുത്ത 5 ദിവസത്തിനകം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കാനാണ്. നേരത്തെ ഉണ്ടായിരുന്ന അതേ പ്രതികളെ തന്നെ 5 പ്രതികളെ തന്നെ അതേ ഓർഡറിൽ പ്രതി ചേർത്തുകൊണ്ട് 3000 പേജുള്ള കുറ്റപത്രമാണ് എന്തായാലും പോലീസ് നൽകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് അന്വേഷണ സംഘം അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ പോലീസിന്റെ ഒരു ഭാഷ്യമനുസരിച്ച് ഇത്തരത്തിൽ ഈ യുവതി മൊഴി മാറ്റിയതൊന്നും കേസിനെ ബാധിക്കില്ലെന്ന ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് പോലീസ്. പ്രത്യേകിച്ച് ഈ നേരത്തെ 164 അടക്കം രഹസ്യമൊഴി അടക്കമുള്ളതുകൊണ്ട് പോലീസിലൊരു ആത്മവിശ്വാസം നൽകുന്നുണ്ട്. എന്തായാലും പക്ഷേ പ്രതിഭാഗം വക്കീൽ ഇന്ന് കടുത്ത വിമർശനമാണ് പക്ഷേ പോലീസിന് നേരെ ഉന്നയിച്ചത്. ഈ പോലീസ് കൃത്യമായിട്ടുള്ള കുറ്റമറ്റ രീതിയിൽ അന്വേഷിച്ചിരുന്നുവെങ്കിൽ ഈ കേസ് ഒരുപക്ഷെ നല്ല രീതിയിൽ പോകുമായിരുന്നു എന്നാണ് പ്രതിഭാഗം വക്കീൽ പറഞ്ഞത്. മാത്രമല്ല, ഈ തുടക്കം മുതൽ തന്നെ പോലീസിന്റെ വീഴ്ചകളും പൊതുവെ നേരത്തെ സാമൂഹ്യ നിരീക്ഷകരടക്കം രാഷ്ട്രീയ പാർട്ടികളടക്കം ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്തായാലും പോലീസിന് വലിയ ഒരു ആഘാതം ഏറ്റ കേസ് തന്നെയാണിത്. പൊതുവെ പക്ഷേ പോലീസ് ഇപ്പോഴും ആത്മവിശ്വാസം തന്നെയാണ്. പ്രത്യേകിച്ച് ഈ പെൺകുട്ടിയുടെ ബന്ധുക്കളുടെ മൊഴി പോലീസിനൊരു ആശ്വാസം നൽകുന്നുണ്ട്. അത്തരത്തിലൊരു സമ്മർദ്ദത്തിന് ഫലമായാണ് ഇത്തരത്തിൽ യുവതി മൊഴി മാറ്റിയത് എന്നുള്ള ബന്ധുക്കളുടെ മൊഴി വന്നതോടുകൂടി തന്നെ പോലീസിന് അല്പം ആശ്വാസം നൽകുന്നതിൽ കൂടി ഈ പ്രതിഭാഗം വക്കീൽ എന്തായാലും വളരെ ആത്മവിശ്വാസത്തിലാണ്. കഴിഞ്ഞ 29-ാം തീയതി തന്നെ യുവതി ഈ കേസ് ഒത്തുതീർപ്പുമായി ബന്ധപ്പെട്ട രേഖകളിൽ ഒപ്പിട്ട് കൊടുത്തു എന്നാണ് വക്കീൽ അറിയിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട അഫിഡവിറ്റിൽ ഒപ്പിട്ട് കൊടുത്തു. ഈ യുവതിയും ഈ രാഹുലും തമ്മിലുണ്ടായിരുന്നത് വെറും സൗന്ദര്യപ്പിണക്കം മാത്രമാണ്. ഈ സൗന്ദര്യപ്പിണക്കമാണ് ഇത്തരത്തിൽ ഈ കുടുംബങ്ങൾ ചേർന്നുകൊണ്ട് ഊതിപ്പെരുപ്പിച്ചത്. യുവതിക്ക് യാതൊരു തരത്തിലുള്ള വിദ്വേഷമോ അല്ലെങ്കിൽ ഈ സ്ത്രീധന പരാതിയുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള മർദ്ദനങ്ങളോ അവിടെ നടന്നിട്ടില്ലെന്നാണ് വക്കീൽ പറയുന്നത്. അതുതന്നെയാണ് കഴിഞ്ഞ ദിവസം ഈ പുറത്തു വന്ന വീഡിയോയിൽ യുവതിയും പറയുന്നത്. യുവതി പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, താൻ ഈ 150 പവൻ സ്വർണ്ണമോ അല്ലെങ്കിൽ രാഹുൽ അവരുടെ ഭർത്താവായ രാഹുൽ 150 പവൻ സ്വർണ്ണമോ കാറോ ആവശ്യപ്പെട്ടിട്ടില്ല. സ്ത്രീധനവുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള തർക്കങ്ങളും തങ്ങൾ തമ്മിലുണ്ടായിരുന്നില്ല. ഒരു തെറ്റിദ്ധാരണ പുറത്ത് രാഹുൽ തന്നെ മർദ്ദിച്ചു എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷെ അത് നിസ്സാരമായിട്ടുള്ള മർദ്ദനമാണ്. തുടർന്ന് ഈ ബാത്റൂമിലേക്ക് പോയി കരയുന്നതിനിടയ്ക്ക് വീണിട്ടാണ് അത്തരത്തിലുള്ള തലയിൽ വലിയ മുഴയടക്കം ഉണ്ടാവുന്ന കാര്യമായിട്ടുള്ള പരിക്കുകൾ ഉണ്ടാവുന്നത്. ഇത് വീട്ടുകാരോട് താൻ പലകുറി ആവർത്തിച്ച് പറഞ്ഞതാണ്. പക്ഷേ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഇത്തരത്തിൽ ഈ രാഹുലിനെതിരെ മൊഴി കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. മാത്രമല്ല, ഈ വീട്ടുകാർ A4 ഷീറ്റ് പേപ്പറിൽ എഴുതി തന്ന കാര്യമാണ് താൻ കാണാതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു പഠിച്ചത്. ഇതിൽ തനിക്ക് കുറ്റബോധമുണ്ട്, താൻ എല്ലാവരോടും മാപ്പ് ചോദിക്കുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് യുവതി പറഞ്ഞത്. പക്ഷേ ഈ തുടർന്ന് തന്നെ ഈ യുവതിയുടെ ബന്ധുക്കൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പരാതി നൽകിയിരുന്നു. ഈ സമ്മർദ്ദത്തിന്റെ ഭാഗമായിരുന്നു യുവതിയെ കാണാനില്ലെന്നും കാണിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം രാത്രി വീണ്ടും ഇതേ യൂട്യൂബ് ചാനലിൽ നിന്ന് ഒരു പുതിയ വീഡിയോയുമായി യുവതി പ്രത്യക്ഷപ്പെട്ടിരുന്നു. തനിക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല, മറ്റൊരു ബാഹ്യ സമ്മർദ്ദങ്ങളുടെയും ഫലത്തിന്റെ അടിസ്ഥാനത്തിലല്ല താൻ അത്തരത്തിലൊരു വീഡിയോ ചെയ്തത്, തൻ്റെ സ്വബോധത്തിന്റെ അടിസ്ഥാനം തന്നെയാണ് അത്തരത്തിൽ ചെയ്തത്. രാഹുലിനെ തനിക്ക് ഇപ്പോഴും വളരെ ഇഷ്ടമാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് യുവതി ആ വീഡിയോയിലും പങ്കുവച്ചത്. എന്തായാലും കേസ് യുവതി മൊഴിമാറ്റിയോടുകൂടി തന്നെ പുതിയൊരു തലത്തിലേക്കാണ് പോകുന്നത്. രാഹുലിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം പോലീസ് ഉപേക്ഷിച്ചോ? ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തകളും പുറത്തു വരുന്നില്ല. പോലീസ് എന്താണ് ഇക്കാര്യത്തിൽ പറയുന്നത്? ഈ രാഹുലിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും പോലീസ് തുടരുന്നുണ്ടെന്നാണ് പോലീസ് ഭാഷ്യം. പക്ഷേ എത്രത്തോളം അത് പ്രാവർത്തികമാവുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കുറ്റപത്രത്തിലടക്കം ഇത്തരത്തിൽ 1-ാം പ്രതി നാട് വിട്ടു എന്ന് കാണിച്ചുകൊണ്ട് സമർപ്പിക്കാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഈ ആദ്യഘട്ടത്തിൽ തന്നെ ഈ ജർമ്മനിയിലേക്ക് ഈ രാഹുൽ കടന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇത്തരത്തിൽ രാഹുലിനെ വിദേശത്തേക്ക് കടക്കാൻ സഹായിച്ചു എന്നുള്ള ഒരു കുറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ സസ്പെൻഷനിലാവുകയും ചെയ്തിരുന്നു. തുടർന്ന് ഇന്റർപോളിന്റെ സഹായത്താൽ ബ്ലൂ കോർണർ നോട്ടീസ് പുറത്തിറക്കിയിരുന്നു. എന്നാൽ റെഡ് കോർണർ നോട്ടീസ് പുറത്തിറക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇതുവരെ
അത്തരം നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. എന്തായാലും ഈ രാഹുലിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ പോലീസ് തുടരുന്നുണ്ടെന്ന് തന്നെയാണ് ഔദ്യോഗിക ഭാഷ്യം. പക്ഷേ ഇതുവരെ അത് എത്രത്തോളം ശ്രമഫലമായി, അതായത് എത്രത്തോളം പ്രാവർത്തികമാവുന്നുണ്ട് എന്നുള്ള ചോദ്യം, അല്ലെങ്കിൽ പ്രായോഗികമായി ഉണ്ടെന്ന ചോദ്യം ബാക്കി നിൽക്കുകയാണ്. എന്തായാലും കുറ്റപത്രത്തിൽ ഇത്തരത്തിൽ ഒന്നാം പ്രതി നാട് വിട്ടു എന്ന് കാണിച്ചുകൊണ്ട് സമർപ്പിക്കാനാണ് പോലീസിന്റെ ഒരു തീരുമാനം. എന്തായാലും ഈ ഒരു പുതിയ വെളിപ്പെടുത്തലോട് കൂടി തന്നെ കേസ് പുതിയൊരു തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പോലീസ് പക്ഷേ ഇപ്പോഴും ആത്മവിശ്വാസത്തിലാണ്, രാഹുലും ഒരുപക്ഷെ ആത്മവിശ്വാസത്തിലാണെന്ന് തന്നെ നമുക്ക് പറയാൻ. നമ്പ്യാർ. നന്ദി ആനന്ദ്. പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ കുറ്റപത്രം സമർപ്പിക്കാനൊരുങ്ങി പോലീസ്. ഒരാഴ്ചക്കകം കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കും. അതേസമയം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ് ഈ കേസിന് കാരണമെന്ന് പ്രതിഭാഗം വക്കീൽ ആരോപിച്ചു. തിരുവനന്തപുരത്ത് വെച്ച് പെൺകുട്ടി കേസ് തീർക്കാനുള്ള രേഖകളിൽ ഒപ്പിട്ട് തന്നെന്നും വക്കീൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ആനന്ദ് പുത്തൂറാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.